പുതിയ സംരംഭത്തിൻ്റെ തുടക്കം ഇന്ന് കുറിക്കുകയാണ്. ശുദ്ധജല മത്സ്യകൃഷി ഗവേഷണ കേന്ദ്രം നെയ്യാർ ഡാം, ട്രിവാൻഡ്രം. ഞാനിന്ന് ഈ കേന്ദ്രത്തിൽ പോയി ഗിഫ്റ്റ് ഫിലോപ്പിയ എന്ന് പറയുന്ന മത്സ്യം, അതായത് ടാങ്കിൻ്റെ നീളം 8 അടി നീളം, 4.25 അടി വീതി, 3.25 അടി ആഴമുള്ള ഈ ടാങ്കിൽ അവരുടെ കണക്കുകളനുസരിച്ച് 50 കുഞ്ഞുങ്ങളെ ഇതിൽ വളർത്താം എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അത് ഞാൻ കണക്കിലെടുത്ത് 50 കുഞ്ഞുങ്ങളെ വാങ്ങി ഞാനിവിടെ വന്നു. എന്താ, ടാങ്കിലെ വെള്ളമെല്ലാം ഞാൻ ക്ലീൻ ചെയ്തു, പുതുതായിട്ട് വെള്ളം നിറച്ചു. ഇനി നമുക്ക് ഇതിനകത്ത് ഈ മത്സ്യക്കുഞ്ഞുങ്ങളെ നമുക്ക് നിക്ഷേപിക്കാം. അതിലേക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു മത്സ്യക്കുഞ്ഞ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല പെട്ടെന്ന് വളർച്ച ഉണ്ടാകുന്നതും ഇവിടെ ഓക്സിജൻ വേണ്ടി വരില്ല എന്നാണ് പറയുന്നത്. ഈ കുഞ്ഞുങ്ങൾ 50 എണ്ണം ആയതുകൊണ്ട് ടാങ്കിൻ്റെ വിസ്തീർണമനുസരിച്ച് 50 കുഞ്ഞുങ്ങൾ വളർത്തുമ്പോൾ നമുക്ക് ഓക്സിജൻ വേണ്ടി വരില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് മറ്റൊരു രീതിയാണ് ഞാൻ ആലോചിച്ച് വന്നത്. അക്വാപോണിക്സ് സിസ്റ്റം, അതായത് മത്സ്യകൃഷിയോടൊപ്പം ഇതിനകത്ത് മലക്കറിയും കൂടെ ഉൽപ്പാദിപ്പിക്കാമെന്നുള്ള രീതിയിലാണ്. എന്തായാലും തുടക്കമായതുകൊണ്ട് അതിനെക്കുറിച്ച് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാം. ഇപ്പോൾ എന്തായാലും നമുക്ക് ഈ കുഞ്ഞുങ്ങളെ നമുക്ക് നിക്ഷേപിക്കാം. ഇത് 6 രൂപ നിരക്കിലാണ് ഈ കുഞ്ഞുങ്ങളെ എനിക്ക് കിട്ടിയത്. അപ്പോൾ പുതിയ സംരംഭത്തിൻ്റെ പുതിയ തുടക്കമായതുകൊണ്ട് എനിക്ക് ഇത് വളരെ ഞാൻ സന്തോഷത്തോടു കൂടിയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇനി 1-2 ടാങ്കുകൾ കൂടി ഇവിടെ നിർമ്മിക്കണം. അതിലേക്കുള്ള സ്ഥലം ഉണ്ട്. നമുക്കിത് ഒന്ന് എണ്ണി എത്ര കുഞ്ഞുങ്ങളുണ്ടെന്ന് നോക്കാം. ഇതിപ്പോൾ 3 എണ്ണം ഉണ്ട്, കാണാമോ? 3 കുഞ്ഞുങ്ങൾ ഇട്ടു. 3 കുഞ്ഞുങ്ങളെ ഞാൻ വെള്ളത്തിലേക്ക് ഇട്ടു. 3 2 5 7 എണ്ണമായി. 7 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 30 31 31 33 35 36 37
38, 39, 40, 41, 42, 43, 34, 45, 46, 47, 48, 49, 50, 50. ഇനി ഇതിലുണ്ടോ നോക്കട്ടെ. കറക്റ്റ് 50 തന്നെ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ഇനി നീന്തി തുടിക്കുന്നത് കാണാം. നല്ല രസമുണ്ട്. വിശാലമായ ഈ വെള്ളത്തിൽ എല്ലാം കൂടെ ഒരു സൈഡിൽ വന്ന് കിടക്കുകയാണ്. നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇനി തീറ്റ കൊടുക്കണം. തീറ്റ ഞാൻ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. അത് കൊടുക്കാം. ഓക്കെ.